ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്, കേക്ക് വ്ളോഗ്സ്. നിങ്ങൾ കുറേ കാലമായിട്ട് ചോദിക്കുന്ന 2 ചോദ്യത്തിനുള്ള ആൻസറായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഒരു സന്തോഷകാര്യം കൂടി ഇതിൽ പറയാനുണ്ട്. അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. പണ്ട് കേക്ക് ഓർഡേഴ്സ് എടുത്തിരുന്ന കാലത്ത് ഞാൻ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്തിരുന്ന ഒരു ഡിസൈനിൽ ഒന്നാണ് ടൈപ്പ് ചെയ്യാനായിട്ട് പോണത്. കാരണം അന്നിങ്ങനെ ഷാർപ്പറ്റ് ഒന്നും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വർക്ക് വരുന്ന ഡിസൈൻസാണ് ഞാൻ കൂടുതൽ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള നോസിൽസ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ നമ്പേഴ്സും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, കാരണം ഒരു 3.5 വർഷം മുമ്പ് വാങ്ങിയിട്ടുള്ള നോസിൽസ് അല്ലേ, അപ്പോൾ കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ആ സമയത്ത് പണ്ടത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാര്യങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബ്ലൂവും പിങ്കും കളറിലാണ് നമ്മൾ ഈ ഒരു നോസിൽ വെച്ചിട്ട് ക്രീം പൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോണത്. അതിൽ 2 നോസിൽ വലുതാണ്, അതിൽ പിന്നെ ഒരു നോസിൽ വരുന്നത് ചെറുതാണ്. അപ്പോൾ നമ്മൾ വലിയ റൊസറ്റും ചെറിയ റൊസറ്റും കേക്കിൽ ഇങ്ങനെ മിക്സ് ആയിട്ട് വരുമ്പം കേക്ക് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പം ഒരുവിധം എല്ലാ ആൾക്കാരും ഈ ഒരു മോഡൽ കണ്ടിട്ടുണ്ടാവും, ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും, ഹോം ബേക്കേഴ്സൊക്കെ, അത് എനിക്കറിയാം. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ഒരു ഡെക്കറേഷൻ കൂടിയാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക്കാണ് ഈ ഒരു കേക്ക്. ഉണ്ടാക്കിയെടുക്കാനായിട്ടും എളുപ്പമാണ്. ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ കസ്റ്റമർ ഹാപ്പി, നമ്മൾ ഹാപ്പി. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഈ ഒരു കേക്ക്. നമുക്ക് എക്സ്ട്രാ അധികം ഇപ്പം ഫ്ലവേഴ്സോ ഫോണ്ടൻറ്റോ കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് കസ്റ്റമൈസേഷനും അധികം ചാർജ് വരില്ല. ഇപ്പം ഞാൻ വാങ്ങുന്ന റേറ്റും വേറെ ഹോം ബേക്കേഴ്സ് വാങ്ങുന്ന റേറ്റും രണ്ടാണ്. നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ചിട്ട് നമ്മുടെ ചുറ്റുള്ള കസ്റ്റമേഴ്സിൻ്റെ ആ ഒരു ബഡ്ജറ്റൊക്കെ അനുസരിച്ചിരിക്കും നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഓരോ കേക്കിൻ്റെയും പ്രൈസ് വന്നിട്ട്. ഇപ്പോൾ ഈ ഒരു കേക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ കസ്റ്റമൈസേഷൻ 300 ആണ് കേട്ടോ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഒരു ഏരിയ അനുസരിച്ചിട്ട് വ്യത്യാസം വരും. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു കേക്ക് ടോളായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാ കേക്ക്സും ടോളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാ പോലെയല്ല ബേക്കിങ്. 2 ടിന്നിലായിട്ടാവും 1 kg ബേക്ക് ചെയ്യുക, 3 ടിന്നിലായിട്ടാവും 1.5 kg ഒക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുക. അതായത് 5.5 ഇഞ്ച് ഡയമീറ്ററിലാണ് കേട്ടോ ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളും പറയാനായിട്ട്. പിന്നെ നിങ്ങൾ എന്നും പറയുമല്ലോ ഞാൻ കേക്കിൻ്റെ കാര്യങ്ങൾ, റേറ്റും കാര്യങ്ങളും ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ കേക്ക്സിൻ്റെയും പ്രൈസ് ഞാൻ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇത് ഞാൻ തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള കേക്ക്സിൻ്റെ ഡെക്കറേഷനൊക്കെ പിറ്റേ ദിവസമാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതേ പിന്നെ നിങ്ങളെന്നും പറയാറുണ്ട് ഞാനിപ്പം നിഹ ബേബിൻ്റെ റൂട്ടീനും കാര്യങ്ങളും ഒന്നും കാണിക്കില്ല എന്ന്. ഞാൻ കേക്ക് ഓർഡേഴ്സായിട്ട് ഓൾറെഡി ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നെ അഥവാ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ കേക്ക് ഓർഡേഴ്സ് ഇല്ലാത്ത ദിവസം ഇൻഷാല്ല ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇത് നീഹ എഴുന്നേറ്റപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടത്. അവളെ അവളെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. ഇതൊരു കിൻഡർ ജോയ് തീമിലുള്ളൊരു കേക്കാണ് കേട്ടോ. 2 ടയർ ആയിട്ട് വരുന്ന 2.5 kg വെയിറ്റ് വരുന്ന കിൻഡർ ജോയ് തീം. ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു മാസം, അതായത് ഒക്ടോബറിൽ ഞാൻ 6 തവണ കിൻഡർ ജോയ് തീം കേക്ക് ചെയ്തിട്ട് അതിൽ ഒരു 2 ടയറേ വന്നിട്ടുള്ളൂ. അതൊരെണ്ണം ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചാർജ് എങ്ങനെയാണ് വാങ്ങാമെന്ന് വെച്ചാൽ നമുക്കൊരു 500 മുതൽ ചാർജ് ചെയ്യാം. അത് ഇതിൽ വെക്കുന്ന അഡീഷണലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്ന സാധനത്തിനനുസരിച്ച് റേറ്റ് കൂടും കുറയും ഒക്കെ ചെയ്യും കേട്ടോ. ഇതിൽ നമുക്ക് 500 റുപ്പീസ് എക്സ്ട്രാ പേയ്മെൻറ്റ് മേടിക്കാം, കാരണം അത്യാവശ്യം വർക്കും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഞാനെന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ആ ഒരു ഫിനിഷിങ് ലെവലുണ്ടല്ലോ, ഓരോരുത്തരുടെ ടാലൻ്റ് അനുസരിച്ചിട്ട് നിങ്ങളുടെ റേറ്റ് നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാവുന്നതാണ്. അതായത് ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ തുടക്കത്തിലൊന്നും ഇത്രയും ചാർജ് ചെയ്തിട്ടുണ്ടായില്ല, കാരണം എനിക്ക് അതിനുള്ള പെർഫെക്ഷനും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല എന്ന്. ഞാൻ കസ്റ്റമൈസേഷൻ 50 രൂപ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഫോണ്ടൻ്റ് വർക്കൊക്കെ ആദ്യത്തെ ഉണ്ടായിട്ടുണ്ട്. ഫോണ്ടൻ്റ് വർക്കിന് ഞാൻ കസ്റ്റമൈസേഷൻ വാങ്ങാത്ത ഒരുപാട് ഓർഡേഴ്സും ഉണ്ടായിട്ടുണ്ട് തുടക്കത്തിൽ. കാരണം ഐ ഹാവ് ടു ലേൺ, എനിക്ക് പഠിക്കണമായിരുന്നു, എനിക്ക് പെർഫെക്ഷൻ വേണം, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നത് വരെ ഞാൻ എന്താ പറയുക റേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ്ഡ് അല്ലായിരുന്നു എൻ്റേത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ വർക്കൊക്കെ അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ഓരോ കമൻസും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ
എൻ്റെ വർക്കിന് ഞാൻ ഇത്ര ചാർജ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ വർക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കേക്ക്സ് ഓവർ പ്രൈസ്ഡ് ആണെന്ന് ഞാൻ മാത്രമല്ല, ഞാൻ അടക്കമുള്ള ഒരുപാട് ഹോം ബേക്കേഴ്സ് കേട്ടിട്ടുണ്ടാവും. പക്ഷേ എല്ലാ ഹോം ബേക്കേഴ്സിനും കാണുന്നവർക്കറിയാം ഓരോ കേക്ക്സ്, പ്രത്യേകിച്ച് ഒരു ഫോണ്ടൻ്റ് വർക്കുള്ള കേക്കൊക്കെ എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ട് അതിൻ്റെ പിന്നിൽ നിന്ന്. അപ്പം നമ്മൾ ആ ഒരു ഫോണ്ടൻറ്റിന് മാത്രമല്ല നിങ്ങൾ പേ ചെയ്യുന്ന, ഒരു കസ്റ്റമർ പേ ചെയ്യുന്ന അതിന് വേണ്ടി മാത്രമല്ല, നമ്മളൊരു ഫോണ്ടൻ ഫിഗർ ഉണ്ടാക്കിയെടുക്കാൻ 2-3 മണിക്കൂർ എടുക്കുന്ന ആ ഒരു ഹവേഴ്സിന് അല്ലെങ്കിൽ ആ ഒരു സ്കില്ലിനെയാണ് നിങ്ങൾ പേ ചെയ്യണമെന്ന് നിങ്ങൾ ഓർക്കണം. എൻ്റെ ഒരു അഡ്വൈസ് പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ചാർജ് നിങ്ങൾക്ക് മേടിക്കാം. അപ്പം അത് നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യണം. എന്നാലാണ് നമുക്ക് എന്താ പറയുക, നമ്മുടെ കേക്ക്സ് ആ ഒരു ലെവൽ ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ഒരു പ്രീമിയം എന്നൊക്കെ പറയില്ലേ, ആ ഒരു സംഭവം കീപ്പ് ചെയ്യുക. അങ്ങനെയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ടിപ്പായിട്ട് പറഞ്ഞതാണ്. എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് വെച്ചിട്ട്, എൻ്റെ ഒരു ബേക്കിംഗ് ജേർണി വെച്ചിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത്. അതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കേക്കിൻ്റെ എക്സ്ട്രാ ചാർജ്, കസ്റ്റമൈസേഷൻ ചാർജ് 450 ആണ് കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമ്മൾ എമ്മി മലബാറിൻ്റെ 300K അടിച്ച ദിവസമാണ്. മറ്റവൻ്റെ ട്രീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പം ഞാൻ ചെറിയ സർപ്രൈസ് കൊടുക്കാനുള്ള പ്ലാനാണ് കേട്ടോ. എന്താണെന്ന് നോക്കാം, ഒരു ഐഡിയ ഇല്ല, നോക്കാം. നെഹൽ ബേക്കറിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ നമുക്ക് അവിടെ എത്തിയിട്ട് നമ്മളെ എമ്മി മലബാറിൻ്റെ റിയാക്ഷൻ ഉണ്ടെന്ന് നോക്കാം. എമ്മി മലബാർ ഒരുങ്ങാണ് ഗൈസ്. നമുക്ക് സർപ്രൈസ്. ടാറ്റ പറ. ടാറ്റ. ആ ടാറ്റ. ബ്രോ തന്നെയാണേ. ബ്രോ മറ്റേ ഫുള്ള് പൂച്ചല്ലേ. ഇല്ലേ ബ്രോ വരുമോ? ഇല്ലേ ഓണത്തിൻ്റെ ഇടയ്ക്ക് എന്താ പെട്ടെന്ന് പുട്ട് കച്ചവടം ഒന്ന് ആലോചിക്കണ്ട കേട്ടോ. ഞാനിത് എൻ്റെ 300K ആയെന്ന് ഞാൻ എൻ്റെ ബ്രദറിന് ട്രീറ്റ് കൊടുക്കാവാ, നമുക്ക് കഫേ പോയിട്ട് ബർഗറും ജ്യൂസൊക്കെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവനെ കൊണ്ടുപോവാണ്. പക്ഷെ ഞാനിത് തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ അവനിങ്ങനെ എനിക്ക് വ്ളോഗിൽ ഇടാൻ വേണ്ടിയിട്ട് അവൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യും എന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്തില്ല. അപ്പം അന്ന് എന്തായാലും കേക്ക് ഓർഡറൊക്കെ കഴിഞ്ഞ് ഇരിക്കുമ്പോഴായിരുന്നു ഞങ്ങളന്ന് പോയിണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കരുതി ഇത് വ്ളോഗിലും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന്. കാരണം 300K ആയിട്ട് നിങ്ങളോടൊരു താങ്ക് യു കൂടി പറയണ്ടേ. അപ്പോൾ എല്ലാവർക്കും, നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്. കാരണം 5 വർഷമായി ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ അതിൽ എനിക്ക് കുറേ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും പോലും ഞാൻ പിടിച്ചു നിന്നു ഈ ഒരു ഫീൽഡിൽ. ഇപ്പം നമ്മുടെ ഇപ്പം ആദ്യത്തെ ഗ്രോത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ വളരെ ലേറ്റാണ്, ഈ ഒരു 5 വർഷം കൊണ്ട് 300K ആയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു 300K ഫോളോവർ എന്ന് പറയുന്നത് അത്രയും ക്വാളിറ്റി ഉള്ള ഫോളോവേഴ്സാണ് എൻ്റെ ഫോളോവേഴ്സ്. ആ ഒരു കാര്യം എനിക്ക് നല്ല ഷുവറാണ് കേട്ടോ. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് താങ്ക്സ്. എന്നെ ഇതുവരെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ദിവസമായിരുന്നു കേട്ടോ. പൊതുവേ എനിക്കിങ്ങനെ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. ആർക്കാണില്ലേ സർപ്രൈസും കാര്യങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തത്. അപ്പം അന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഓൾറെഡി വർക്കൊക്കെ ചെയ്ത് ഭയങ്കര ടയേർഡായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസും കൂടി കിട്ടിയപ്പോൾ ഡബിൾ ഹാപ്പി. പിന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ അന്ന് നിയമോൾ ഉണ്ടായിരുന്നില്ല. അപ്പം ഈ വർഷം എൻ്റെ മോളും കൂടി ഉണ്ട് ഇത് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഹസ്ബൻഡിനെ ചോദിച്ചില്ലേ, മൂപ്പര് അബ്രോഡാണ് കേട്ടോ. ഇൻഷാല്ല മൂപ്പര് വന്നു കഴിഞ്ഞിട്ട് മൂപ്പരെ കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ നോക്കാം. ആളെ തീരെ ഇൻട്രസ്റ്റഡ് അല്ല, അപ്പോൾ പിന്നെ വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇൻഷാല്ല ഐ വിൽ ട്രൈ. ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക് യു.